ഇത്ര വേഗം കഴിഞ്ഞോ കമ്പനി മുതലാളിയുടെ സൽക്കാരം? അയാളുടെ ആവശ്യം അറിയുന്ന സ്ഥിതിക്ക് എന്നെ കെട്ടി വലിച്ചോണ്ട് പോയി നാണം കെടുത്തണം. ഇഷ്ടമുണ്ടായിട്ടല്ല, ശ്രമിക്കാതിരിക്കുന്ന തെറ്റല്ലേന്ന് വിചാരിച്ച് ഓരോ സ്ഥലത്തേക്ക് വരാൻ നിർബന്ധിക്കുന്നു. പലർക്കും അയാൾ ജോലി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു നോക്കി. ഞാൻ കൂടെ ഉണ്ടായാൽ എല്ലാ നിലയ്ക്കും നിനക്ക് ശല്യം. ഞാനെന്നും കൂടെ നിർത്താൻ പോകുന്നില്ല. തേവിടിച്ച് തടവിൽ വെച്ചല്ല എന്ന് എനിക്ക് ഭാരതോട് ഒരിക്കൽ പറയണം. രക്ഷിച്ച് തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു, പരുക്കൊന്നുമില്ലാതെ എന്ന് പറയാൻ ഞാനും കൂടെ വരും. അതിനുള്ള സമയമാവട്ടെ. നീ ഒരു 15 രൂപ ഞാൻ പുറത്തു പോട്ടെ. കുറച്ചുണ്ടല്ലോ ഇപ്പൊ തന്നെ അകത്ത്, അത് പോരെ? ധർമ്മം തരണ്ട, കടം മതി. എന്തെങ്കിലും ഞാൻ തിരിച്ചു തരാം. ഞാൻ കളവ് പറയുന്നില്ല, എനിക്ക് ഇത്തിരി കുടിക്കണം. നിർബന്ധമാണോ? വേണം. 3 മാസം ഞാൻ ശരിക്കും വാക്ക് പാലിച്ചു. എന്നിട്ട് എന്താ വിശേഷം? ഇവിടെ കാശൊന്നുമില്ല. ഇത് വിൽക്കാം, അല്ലെങ്കിൽ പണയം വെക്കാം. നാളെ മറ്റന്നാളോ അത് വേണ്ടി വരും. ഏതായാലും ഞാനെന്ന് ദുരിതം കൂടെ നിന്റെ തലയിൽ ഒരു 100 ആൾക്ക് ഞാൻ കത്തെഴുതി. ഒരാൾ മറുപടി കൂടി അയച്ചില്ല. തലയിലെഴുത്ത്. എന്തെങ്കിലും വരും, ധൈര്യമായിട്ടിരിക്കോ. കഴിക്കണമെന്ന് വല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോളൂ. ഞാൻ വെറുതെ പറയല്ല, ബാക്കി ചെലവിനെടുക്കാം. സമാധാനമായിരിക്കും. വിചാരിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും ചിലപ്പോൾ സഹായം വരുന്നത്. ആർക്കറിയാം? അപ്പോൾ നീയാണ് പുതിയ രക്ഷാധികാരി? ഒരാളെ കൂടി രക്ഷിക്കാൻ കഴിവുണ്ടായിട്ടല്ല, തെരുവിൽ കിടക്കുന്ന കഷ്ടമില്ലെന്ന് കരുതി. ഇനി എനിക്കാവില്ല. മടുത്തിട്ടല്ല, നിത്യവൃത്തി കഴിയണ്ടേ. കഴിവുള്ള ഒരാൾ നശിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിവ് മാത്രം പോരാ, മനുഷ്യനാവണം. ഏറ്റവും വലിയ വാഗ്ദാനം എന്നൊക്കെ സാർ ആദ്യം എഴുതിയത് ഞാനും കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. നീയും തുടങ്ങിയോ സാഹിത്യം? സാറിനോട് തർക്കിക്കാനൊന്നും എനിക്കാവില്ല. അവന്റെ സമ്പാദ്യം കൂടി കണക്ക് കൂട്ടിട്ടുണ്ടാവും വിളിച്ചു കയറ്റിയപ്പോൾ. അത് പിഴച്ചു, അതല്ലേ സത്യം? അത്ര ബുദ്ധിയില്ലാത്തോളല്ല സർ. പട്ടിണി കിടത്താതെ കുറെ കാലമൊക്കെ പോറ്റാൻ എനിക്കും കഴിയും. ആവശ്യക്കാരുണ്ട്, എനിക്കറിയാം. പക്ഷേ ഞാൻ ഇതുവരെ എന്നെ വിറ്റിട്ടില്ല. അതുകൊണ്ടും അദ്ദേഹം രക്ഷപ്പെടില്ലല്ലോ സാർ. നല്ലവളാണെന്ന് ഒരുത്തിനെ കൊണ്ടും പറയിപ്പിക്കണമെന്ന നിർബന്ധവും എനിക്കില്ല. ഞാൻ എന്ത് വേണം? സഹായിക്കണം, എന്നെയല്ല. അവൻ എന്നോട് ചെയ്ത് എന്താണെന്നറിയോ? എന്റെ പെങ്ങളാണ് അവന്റെ ഭാര്യ എന്നറിയോ? എല്ലാം അറിയാം സാർ. വളർത്തിയതും കൊന്നതും സാറാണെന്ന് ആളുകൾ പറയുന്നത്. അത് സാറും അറിയണം. ഉപയോഗമില്ലാത്ത ആളായിപ്പോയി എന്ന വിചാരമാണ് മാറിക്കിട്ടേണ്ടത്. പറ്റിയൊരു ജോലി, ശരിയായ ആൾക്കാരുമായി ബന്ധം. അവന്റെ സ്റ്റഡി ക്ലാസ് ഛർദ്ദിക്കാണല്ലേ, അതോ നാടകത്തിലെ വാചകങ്ങളോ? നാടകക്കാര് നല്ല കാര്യം ഉള്ളിത്തട്ടി പറഞ്ഞാലും പണ്ട് പഠിച്ചത് ഛർദ്ദിക്കുകയാണെന്ന് തോന്നുന്നു. അത് ഞങ്ങളുടെ തലയിലെടുത്ത്. ഞാനൊരു കത്ത് തരാം. ഒരിക്കൽ കൂടി ഒരു അവസരം കൊടുത്ത് പറ്റില്ലെങ്കിൽ എഴുതി തള്ളാൻ പറഞ്ഞുകൊണ്ടൊരു കത്ത്. അതുകൊണ്ട് വർഗീസ് സാറിനെ ചെന്ന് കാണട്ടെ. പോരെ? പോരാ സാർ, അയാളെ മനസ്സിൽ വെറുക്കരുത്. അനിയത്തിയുടെ കാര്യം എനിക്കറിയില്ല, അതും കൂടെ ഒരു അപേക്ഷയാണ്. കഴിഞ്ഞോ കച്ചവടം? ഓടി നടന്ന് കഷ്ടപ്പെടണ്ട. ആവശ്യക്കാരെ ഇങ്ങോട്ട് വിളിക്കാം. എന്നെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. അത്
ചെയ്യേണ്ടി വരും. നട്ടല്ലില്ലാതെ തലയിലെടുത്തിന് ശപിച്ചേരിപ്പ് തുടർന്നാൽ എനിക്കതും അവസാന കൈന് ചെയ്യേണ്ടി വരും. ഞാൻ പോയിക്കോളാം, ഇപ്പൊ തന്നെ. ഇപ്പോഴല്ല, നാളെ വർഗീസ് സാറിനെ ചെന്ന് കാണണം. പഴയ ജോലി തിരിച്ചു കിട്ടും. ഇത് കൊടുത്താ മതി. ആരുടെ കത്ത്? വെറുതെ പരിഹസിക്കാതെ. ഗുണം പിടിക്കില്ലെന്ന് അവനെ തന്നെ ശപിച്ചാൽ അങ്ങനെ തന്നെ തോന്നൂ. വി പി സാറിന്റെ കത്ത്. ഞാൻ സാറിനെ കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്തു പറഞ്ഞു? എന്നെ ശപിക്കുന്നുണ്ടാവും. എന്തു പറഞ്ഞു? ആരായാലും ശപിക്കും. ഉണ്ടാവും. തർക്കിക്കാൻ വേണ്ട വാചകമൊക്കെ ദൈവം അപ്പപ്പോ തോന്നിച്ചു. ഉള്ളിൽ ഞാൻ വിറക്കിയായിരുന്നു. തളർന്നു പോയി ഞാൻ. എന്നാലും ദൈവാധീനം. നിന്നെ ഞാൻ നമസ്കരിക്കട്ടെ. അടുത്ത് തന്നെ ഞാൻ എഴുതി തുടങ്ങും. മൂന്നാം യാമം എന്നൊരു ടൈറ്റിൽ ഇപ്പൊ തോന്നുന്നുണ്ട്. ഉദയമുഹൂർത്തത്തിന് തൊട്ടു മുമ്പുള്ള യാമം. ഇരുട്ടിലൂടെ ഒരു യാത്രയുടെ കഥ. ജോലിയിൽ ചേർന്ന് കുറച്ച് സ്വസ്ഥമാവട്ടെ. ആവേശം അതുവരെ മനസ്സിൽ വെച്ചാൽ മതി. ആവേശം അതാണ് നഷ്ടപ്പെട്ടവരുടെ കാലത്ത്. അപ്പുറത്തെ വാടക വീട്ടിൽ എഴുതുന്നത് ആർക്കും വേണ്ടാത്ത കാലത്ത് കുത്തിയിരുന്നെഴുതിയിരുന്ന ആവേശം അന്ന് ഞാൻ കണ്ടതാണ്. അതുണ്ടായാൽ മതി എന്നും. നീയാണിപ്പോൾ എന്റെ ഗുരു. അയ്യോ, എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെ വിട്ടിട്ടങ്ങൾ പറയുന്നു. നീ പറയുന്നത് വലിയ കാര്യങ്ങളാണെന്ന് നിനക്ക് തോന്നില്ല. അതാണ് നിന്റെ മഹത്വം. ഒക്കെ ഒരു ദുസ്വപ്നമായിരുന്നു കഴിഞ്ഞതൊക്കെ എന്ന് വിചാരിച്ചാൽ മതി. ആളുകൾ പലതും പറയും. ഒരു നല്ല പുസ്തകം വന്നാൽ പഴയതൊക്കെ മറക്കും. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തതാവണം ഇനി എഴുതുന്നത്. നീ ആരാണ്? വാഗ്ദേവിയോ? മനസ്സിലെങ്കിലും നിന്നെ നമസ്കരിക്കാതെ വയ്യ. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തത് നിനക്കൊന്ന് കേൾക്കണോ? തിരുവാതിരക്കാലത്ത് രാത്രി ഞാൻ സാഹിത്യത്തിൽ പറയട്ടെ? പറയൂ. എഴുതാൻ അറിയില്ലെങ്കിലും കേൾക്കാൻ എനിക്കിഷ്ടമാണ്. നീലാകാശത്ത് നിന്ന് 1000 മുല്ലമാലകൾ പോലെ നിലാവൊഴുകി വീഴുന്ന ആതിര രാത്രിയിൽ. മഹാകവി വൈലോപ്പിളുടെ കവിതയാ. അയൽപക്കത്തെ കന്യാകുമാരിമൊത്ത് പാട്ടുപാടി കളിച്ചിരുന്ന നാടൻ പെൺകുട്ടി പിറ്റേന്ന് സ്വകാര്യത്തിൽ വന്ന് ചോദിക്കുന്നു, എന്നോട് ഒച്ച കേട്ടുപോവോ വേറിട്ട്? പല ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് അവളുടെ ശബ്ദം. പ്രേമം പോലെ തന്നെയാണ് കവിതയും സാഹിത്യവുമൊക്കെ. പല ശബ്ദങ്ങളിൽ നിന്ന് വേറിട്ടെന്റെ ശബ്ദം. ഞാൻ ചെവിടോർത്തിരിക്കുന്നുണ്ടാവും. കേട്ടാൽ ഞാൻ തിരിച്ചറിയും. കേൾക്കാതിരുന്നാൽ എനിക്ക് ദേഷ്യം വരും. ഉറങ്ങണ്ടേ? നേരം വെളുക്കാറായി. ഞാൻ ഉറങ്ങുന്നില്ല. ഒരു നല്ല പ്രഭാതം കണ്ടിട്ട് വർഷങ്ങളായി. ഞാൻ ഉറങ്ങുന്നില്ല. ഒരു ഭാരം ഇറങ്ങിയ ആശ്വാസം. അഡ്വാൻസ് കോപ്പീസ് വായിച്ചവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായം. കയ്യിൽ വെച്ചോളൂ.
ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് പണമുണ്ട്. ആഫീസിനടുത്ത് വീട് കഴിഞ്ഞിട്ടുണ്ട്, ധാരാളം സ്ഥലം, ലൈബ്രറിക്കും സ്റ്റഡിക്കും വേറെ എൻട്രൻസ്. ചങ്ങാതിമാർ വന്നാലും വീട്ടുകാർക്ക് ശല്യം ഉണ്ടാവില്ല. എന്ന് മാറാം? എന്ന് വേണമെങ്കിലും ആവാം. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? കൂട്ടിയിട്ടാ മതി. ഞാൻ മാറുന്നില്ല, ഞാനിവിടെ തന്നെ. വീടെടുത്തോളൂ, സ്വൈരമായിട്ടൊന്ന് ജോലി ചെയ്യാലോ. എന്റെ മീൻകറിയും ചോറും വേണമെന്ന് തോന്നുമ്പോ എപ്പോഴും ഇങ്ങോട്ട് വരാലോ. കുറച്ച് സൗകര്യങ്ങൾ, ചെറിയ ചില സൗഭാഗ്യങ്ങൾ, അത്രയൊക്കെ തരാനേ കഴിയും. അതും വേണമെന്ന് വാശി പിടിക്കാണ്. വാശിയല്ല, എനിക്കിത് ധാരാളം മതി. അവിടെ വന്ന് നിൽക്കാൻ. പിന്നെ സത്യത്തിൽ എനിക്ക് എന്ത് അവകാശം? ഞാൻ പറയുന്നത് കേൾക്കുമോ? ആ വീടെടുത്ത് ഭാരതിയെ ചെന്ന് വിളിച്ചോണ്ട് വരണം. ഇനിയൊരു പരീക്ഷണം കൂടെ നടത്താൻ ഞാനില്ല. അല്പം മനസ്സമാധാനമുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വേണ്ട, എന്നെ നിർബന്ധിക്കില്ലേ? അവൾക്കും അത് വേണ്ടേ, ജീവിക്കുന്നു എന്ന തോന്നൽ? ശമ്പളത്തിൽ പാതി നേരെ അയച്ചു കൊടുക്കാൻ കമ്പനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് മാത്രം മതിയോ? എന്തോ എനിക്കറിഞ്ഞൂടാ. മനുഷ്യരുടെ മനസ്സിനെ പറ്റി എഴുതുന്നവരോട് ഞാൻ തർക്കിക്കുന്നില്ല. എനിക്ക് സ്വൈര്യം വേണം എന്റെ തൊഴിലിന്. അവളേക്കാൾ വലുതാണ് എനിക്ക് എന്റെ തൊഴിൽ. നിന്നേക്കാൾ വലുതാണെന്ന് കൂടി ഞാൻ പറയും. അപ്പൊ നീ പിണങ്ങരുത്. അങ്ങനെയാവണം, അതാണ് എന്റെ പ്രാർത്ഥന. എന്നും അങ്ങനെയാ വേണ്ടത്.